കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ ഇവിടെ കൈതപ്പൊയിൽ ശിലാസ്ഥാപനം നടക്കുമ്പോ അത് മുടക്കാൻ പോയി. എന്നിട്ട് അയാൾ അവിടെ വന്ന് ശിലാസ്ഥാപനം നടത്തിക്കളഞ്ഞു. അപ്പൊ ഇവര് വിചാരിച്ചത് എന്താ അറിയോ, മുഖ്യമന്ത്രി എന്നൊക്കെ പറഞ്ഞാല് ഞങ്ങൾ എസ്കന്റെ ഓഫീസിൽ നിന്ന് ഫോൺ ചെയ്താൽ വിറക്കുന്ന ആളാണ് ഇവർ തെറ്റിദ്ധരിച്ചു. എല്ലാ വിഷയത്തിലും നിങ്ങൾക്ക് സംഭവിച്ച തെറ്റിദ്ധാരണ ഇങ്ങനെ തന്നെയാണ്. തിരുവനന്തപുരത്ത് വെച്ചുകൊണ്ട് ആദരണീയനായ സമസ്ത ജംഇയ്യത്തുൽ ഉലമയുടെ സെക്രട്ടറി ഉസ്താദ് കൂട്ടുമല ബാപ്പു മുസ്ലിയാരുടെ നേതൃത്വത്തിലുള്ള സമസ്തയുടെ പ്രതിനിധി സംഘം മുഖ്യമന്ത്രിയെ കണ്ടപ്പോ ആദരണീയനായ ബഹുമാന്യനായ കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെയും ബഹുമാന്യനായ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയും പ്രമുഖനായ MLA അബ്ദുറഹ്മാൻ രണ്ടത്താണിയും സാക്ഷി നിർത്തിക്കൊണ്ട് മുഖ്യമന്ത്രിയുടെ ചേംബറിൽ വെച്ചുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു, CM അതൊരു തട്ടിപ്പാണ്, കേരളം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പ്, ആ തട്ടിപ്പിന് നിങ്ങൾ കൂട്ടുനിൽക്കരുത് എന്ന് മുൻകൂട്ടി ആ വേദി ഉദ്ഘാടനം ചെയ്യുന്നതിന് മുമ്പ് തന്നെ തിരുവനന്തപുരത്ത് CMന്റെ ചേംബറിൽ വെച്ചുകൊണ്ട് സമസ്തയുടെ പ്രതിനിധികൾ പറഞ്ഞുവെങ്കിൽ അത് ധിക്കരിച്ചുകൊണ്ടാണ് ഭരണകൂടത്തിന്റെ ആളുകൾ, മന്ത്രിമാർ കൈതപ്പൊയിലേക്ക് പോയിട്ടുള്ളത്. ധാർമ്മികമായ ഒരു ഉത്തരവാദിത്തം അവർക്കുണ്ട്. ഈ തട്ടിപ്പിന് കൂട്ടുനിന്ന ആളുകൾ ധാർമ്മികമായ നിലപാടെന്ത് എന്നവർ വ്യക്തമാക്കേണ്ട ബാധ്യത അവരെ സംബന്ധിച്ചിടത്തോളമുണ്ട്. ആരോടാ വ്യക്തമാക്കേണ്ടത്? ഇവിടുത്തെ മുഖ്യമന്ത്രി നിലപാട് വ്യക്തമാക്കണം. ആരോട്? ഇവിടുത്തെ പ്രധാനമന്ത്രിയല്ലേ ഇയാള്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. മുഖ്യമന്ത്രി നിലപാട് വ്യക്തമാക്കണം. അഹങ്കാരത്തിനുണ്ടൊരതിര്. ഇത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാ, ഇത് കേരളമാ. കേരളത്തിൽ ഒരു നോളേജ് സിറ്റി ഉണ്ടാക്കുമ്പോ അതിന്റെ ശിലാസ്ഥാപനത്തിന് കേരളമെന്നല്ല, ഇന്ത്യ രാജ്യമെന്നല്ല, ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും പ്രശസ്തനായ ഒരു നേതാവ് ക്ഷണിക്കുമ്പോ നിങ്ങൾ മനസ്സിലാക്കിയെന്തേ? ബാപ്പു മുസ്ലിയാർ വല്ല കൊടയെടുത്തു പോയാൽ ആള് വരൂല എന്നാ. ബാപ്പു മുസ്ലിയാർ ഒരു കാര്യം ചെയ്യണോ, കടമേരി കോളേജിൽ നിന്ന് കിതാബ് ദർസ് നടത്തണോ, അല്ലെങ്കിൽ വേറെ സ്ഥലത്ത് കിതാബ് ദർസ് നടത്തണോ? മുഖ്യമന്ത്രിനെ മുടക്കാനല്ല പണ്ഡിതന്മാര് പോണ്ടത്. പണ്ഡിതന്മാർക്ക് ഒരു അന്തസ്സുണ്ട് ഇവിടെ, അത് നശിപ്പിക്കാൻ പാടില്ല. നിങ്ങൾ പണ്ഡിതന്മാർ അന്തസ്സ് സമസ്ത എന്ന് പറഞ്ഞ് നശിപ്പിക്കാൻ പാടില്ല. മുഖ്യമന്ത്രിയെ പരിപാടിക്ക് പോകുന്നതിന് മുടക്കുക. ഞാൻ ചോദിക്കട്ടെ, ബഹുമാനപ്പെട്ട മർഹൂം കോട്ടുമല അബൂബക്കർ മുസ്ലിയാർ നവറല്ലാഹു മർഖദ മഹാനവറുകൾ ഇന്നേ വരെ ഇത്തരം ഒരു താഴ്ന്ന പരിപാടി ചെയ്തിട്ടുണ്ടോ? EK അബൂബക്കർ മുസ്ലിയാർ ചെയ്തിട്ടുണ്ടോ? കന്യത്ത് ഉസ്താദ് ചെയ്തിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു മഹാൻ ഇന്ന് വരെ ഒരു മുഖ്യമന്ത്രി ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ തറക്കല്ലിടലിന് പോകുമ്പോ അത് മുടക്കാൻ വേണ്ടി തിരുവനന്തപുരത്ത് പോയ ഒരു നാണം കെട്ട ചരിത്രം നിങ്ങൾക്കല്ലാതെ ആർക്കുണ്ട് മക്കളെ? എന്ത് മുടക്കികളാണ് നിങ്ങൾ? പക്ഷേ മുഖ്യമന്ത്രി വന്നിട്ട് എന്താ പറയുന്നത് നോക്കി. നമ്മൾ നോളജ് സിറ്റി ഇന്ന് ലോകം മുഴുവൻ അംഗീകരിച്ചിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്. കാരണം ഈ നൂറ്റാണ്ട് അറിവിന്റെ നൂറ്റാണ്ടാണ്. അതിൽ എത്രമാത്രം ആധുനിക രീതിയിൽ ടെക്നോളജിയുടെ പൂർണ്ണമായ പ്രയോജനം എടുക്കാൻ സാധിക്കും എന്നുള്ളത് എല്ലാവരും തല പുകഞ്ഞ് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ആശയം കേരളത്തിൽ ആദ്യമായി അത് നടപ്പിലാക്കി എന്ന ഖാദിയാണ് ഇന്ന് നമ്മുടെ എല്ലാം ബഹുമാന്യായ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നേടിയിരിക്കുന്നത്. ആ കാര്യത്തിൽ എനിക്ക് ചെറിയൊരു അസൂയയുണ്ട്. അത് ഇവരെ അസൂയ പോലല്ലോ. ഞങ്ങളെ ഓവർടേക്ക് ചെയ്താണ് ഇപ്പം ഉസ്താദ് ഇവിടെ എത്തിയിരിക്കുന്നത്. പിന്നെ ബാക്കിൽ വേദന ഇല്ലാതിരിക്കും. ഇനി മുഖ്യമന്ത്രിയെ മുടക്കാൻ പോകുമ്പോ കുഞ്ഞാലിക്കുട്ടി സാഹിബ് കൂടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. എന്നാ കുഞ്ഞാലിക്കുട്ടി സാഹിബ് വന്നിട്ട് എന്താ പറഞ്ഞു നോക്കുക. ഇവിടെ ഏറ്റവും വലിയ ഒരു കേരളത്തിൽ അനവധി യുവാക്കൾക്കും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്കുമൊക്കെ പ്രയോജനപ്പെടുന്ന വമ്പിച്ച ഒരു പ്രോജക്റ്റിൻ്റെ ഉദ്ഘാടന കർമ്മമാണ് നിർവഹിക്കപ്പെടുന്നത്. ആധുനിക സാങ്കേതിക വിദ്യ
എത്രമാത്രം പുരോഗതി പ്രാപിച്ചു വരുന്നു എന്നുള്ളത് ഈ കാലത്ത് നമ്മളൊന്നും പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം. എല്ലാം മാറി വരിക. നമ്മുടെ ഭാവനക്കും അതുപോലെ തന്നെ ചിന്തക്കും അതീതമായ തരത്തിൽ ജീവിതവും അതുപോലെ തന്നെ ജീവിത വിഷയങ്ങളും കാര്യങ്ങളും ഒക്കെ മാറി വരിക. അതാണ് ഇനി ഭാവിയിൽ തൊഴിലുണ്ടാക്കാൻ പോകുന്നത്. അവിടെയാണ് ഇനി മാറ്റങ്ങൾ വരാൻ പോകുന്നത്. അതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു സ്ഥാപനമാണ് ഇവിടെ വളർന്ന് വരാൻ പോകുന്നത്. ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് നിങ്ങൾ കണ്ടു. പണ്ടൊക്കെ ആണെങ്കിൽ പോയി കർട്ടൻ നീക്കണം, പിന്നെ സ്വിച്ച് ഇടണം. ഇപ്പോൾ അതൊന്നും വേണ്ട. മാറാൻ പറഞ്ഞപ്പോൾ കർട്ടൻ മാറി. അത് പണ്ടാണെങ്കിൽ അത് മതി മനുഷ്യന് ബേജാറാവാൻ, ഇരിക്കുന്നതെല്ലാം കൂടി എണീറ്റ് എന്ത് മായാജാലാണ്. ഇന്നിപ്പോൾ വളരെ ചെറിയൊരു കാര്യമാണെങ്കിൽ പോലും ഇത് ഈ രീതിയിലാണ്. എത്ര മാത്രം യന്ത്ര സാമഗ്രികൾ ഒക്കെ പെർഫെക്റ്റായി എത്ര പെർഫെക്ഷനിൽ പോകും. അതിൻ്റെ ഏറ്റവും വലിയ മാറ്റത്തിൻ്റെ ഒരു ഏരിയയാണത്. ഉദാഹരണമായി നമുക്കറിയാം, ഒരു ബിൽഡിങ്ങിൽ പ്രവേശിച്ചാൽ അവിടെ ഫാൻ ഇടണം, ലൈറ്റ് ഓഫാക്കണം, അതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നേരിട്ട് ചെയ്യണം. പക്ഷേ സെൻസിങ് പുതിയ സാങ്കേതികവിദ്യ ഉയർന്നു വന്നതിന് ശേഷം അങ്ങോട്ട് വരുമ്പോൾ ലൈറ്റ് കത്തിക്കോളും, പോകുമ്പോൾ ഓഫായിക്കോളും, അതുപോലെ തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ താനേ നടന്നോളും. ഞാനൊരു ചെറിയ ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഈ ഏരിയയിലൊക്കെയാണ് ഏറ്റവും അധികം ഇവിടെ റിസർച്ചൊക്കെ നടക്കുന്നത്. അത്തരത്തിലുള്ള സബ്ജക്റ്റൊക്കെ ഓരോ പഠന വിഷയമാണ്. അതൊക്കെ ഓരോ മേഖല, ഉയർന്നു വരുന്ന മേഖലകളാണ്. IT-യിലും അതുപോലെ തന്നെ അതിനനുബന്ധിച്ച വളർന്ന സാങ്കേതിക വിദ്യയിലുമൊക്കെ അതൊക്കെ ഉൾക്കൊള്ളുന്ന വമ്പിച്ച ഒരു സ്ഥാപനം ഇവിടെ നാട്ടിൽ വരുന്നു എന്നുള്ളത് വളരെ വളരെ സ്വാഗതാർഹമാണ്. വളരെ നന്നായി ഈ സ്ഥാപനം വളർന്നു വരട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ പ്രത്യാശിക്കുകയാണ്. അതിന് ഗവൺമെന്റിന്റെയും അതുപോലെ തന്നെ IT വകുപ്പിന്റെയും എല്ലാവിധ പിന്തുണയും ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ആ കർമ്മം നിർവഹിക്കുന്നു. അപ്പോൾ പിന്നെ ഇവർ പറയാണ് കുഞ്ഞാലിക്കുട്ടിന്റെ തൊപ്പി തെറിപ്പിക്കും. അതൊന്ന് കേട്ടോളൂ നിങ്ങൾ. കേരള മുഖ്യമന്ത്രിക്ക് ഒരു തോന്നലുണ്ടാകും. ആവശ്യം ഉണ്ടാകുമ്പോൾ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഈ നിറം മാറലിന്റെ കഥ ഞങ്ങൾ പുറത്തു കൊണ്ടുവരികയും അത് കേരള രാഷ്ട്രീയത്തിൽ ചില ആളുകളുടെ തൊപ്പി തെറിപ്പിക്കുകയും ചെയ്യുമെന്ന് സാന്ദർഭികമായി ഇവിടെ സൂചിപ്പിക്കുകയാണ്. ഇവർ കുഞ്ഞാലിക്കുട്ടിന്റെ തൊപ്പി തെറിപ്പിക്കാൻ പോവാണ്. കേരള രാഷ്ട്രീയത്തിലുള്ള പലരുടെയും തൊപ്പി തെറിപ്പിക്കാൻ പോവാണ് ഇവരാരാ കൗമ്? ഇവരാരാ മഹാന്മാര്? ഇവർക്കെന്താ ഇവിടെ സ്വാധീനം? എന്താണ് ഇവരുടെ കൈവശത്തിലുള്ളത്? ഇതൊന്നും യാതൊരു ബോധവും ഇല്ല. എന്തെല്ലാമോ വിളിച്ചു പറയുന്നേ. നിങ്ങൾ ഏതെങ്കിലും നേതാക്കളെ സംബന്ധിച്ച്, ഈ കേരളത്തിന്റെ ബഹുമാന്യരായ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച്, ഈ കേരളത്തിന്റെ മന്ത്രിമാരെ സംബന്ധിച്ച്, പല രാഷ്ട്രീയ പാർട്ടിയിലുമുള്ള നേതാക്കന്മാരെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള കടുത്ത തോന്നിവാസങ്ങൾ ഇസ്ലാമിന്റെ പേരിൽ എന്നും പറഞ്ഞിട്ട്, പണ്ഡിതന്മാരുടെ വേഷമാണ് ഞങ്ങൾക്ക് എന്നും പറഞ്ഞിട്ട് സ്റ്റേജുമേ കയറി പറഞ്ഞ് ഞങ്ങളെ സമുദായത്തിലെ പണ്ഡിതന്മാരെ നിങ്ങൾ നാണക്കേടാക്കുന്നുണ്ട്, അതിന് ഞങ്ങൾ വേദനിക്കുന്നുണ്ട്. പണ്ഡിതന്മാർക്ക് യോജിച്ചതല്ല ഇത്തരം ആരോപണങ്ങളും ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങളും. ഈ കേരളത്തിൽ അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി എന്ത് സേവനമാണ് ഈ കക്ഷികൾ ചെയ്യുന്നത്? ഞാൻ നിങ്ങൾക്ക് കേൾപ്പിക്കാം, കേട്ടോളൂ. ഗവൺമെന്റ് പൂർണ്ണമായും കാന്തപുരത്തെ പ്രൊട്ടക്ട് ചെയ്താലും കേരളത്തിലെ സുന്നികളുള്ള കാലത്തോളം സമ്മതിക്കുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല. ആരവർക്ക് പിന്തുണ കൊടുത്താലും, ഏത് മന്ത്രിപ്പട അവരുടെ ശിലാസ്ഥാപനത്തിൽ ചെന്ന് പങ്കെടുത്താലും അതാ വിഷയം. അടിസ്ഥാനപരമായ വിഷയം അതാണ്. മന്ത്രിപ്പട ശിലാസ്ഥാപനത്തിന് പങ്കെടുത്തു. അതിന് ഞങ്ങൾ എന്ത് വേണം കൂട്ടരെ? നിങ്ങളും അങ്ങനത്തെ ഒന്നും ഉണ്ടാക്കിയിട്ട് ശിലാസ്ഥാപനത്തിന് വിളിക്കുക, അവരെ ഞങ്ങൾ അയച്ചുതരാം. അതിനങ്ങനെ ഒന്ന് ഉണ്ടാക്കിയിട്ട് ശിലാസ്ഥാപനത്തിന് വിളിക്കണം. നിങ്ങൾ ഈ ചീത്ത പറയുന്ന സദസ്സിലേക്ക് അവരെ അയക്കാൻ പറ്റുമോ? നിങ്ങൾ നല്ല നല്ല പണിയെടുക്കുക, അത് നിങ്ങൾ നന്നാക്കട്ടെ. ഇനി എന്താണെന്നറിയോ?
ലീഗിന്റെ മന്ത്രിമാരെ പരാജയപ്പെടുത്തും എന്ന ഭീഷണിയാണ്. കാന്തപുരത്തെ സഹായിക്കുന്നത് ഏത് രാഷ്ട്രീയക്കാരായാലും അവർ തിരിച്ചറിയേണ്ട പോലെ തിരിച്ചറിയാൻ സുന്നി കേരളം ഉത്ബുദ്ധമാണ് എന്നുകൂടെ പറയാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുകയാണ്. അടുത്ത തെരഞ്ഞെടുപ്പിൽ വേണ്ടി വന്നാൽ ആ നിലയിൽ കാണാം എന്നാണ് സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ ആനുകാലിക പ്രമേയം. അപ്പൊ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായില്ലേ? ഞങ്ങൾക്ക് സമസ്ത കേരള സുന്നി വിദ്യാഭ്യാസ ബോർഡുണ്ട്. ആ സുന്നി വിദ്യാഭ്യാസ ബോർഡ് അടുത്ത ഇലക്ഷനിൽ ആരെ ജയിപ്പിക്കണം തോൽപ്പിക്കണം എന്ന് പറയാനുള്ളതല്ല. അത് ഈ രാജ്യത്തുള്ള മുസ്ലിം കുട്ടികൾക്ക് സംസ്കാരവും അതുപോലെ പരിശുദ്ധ ഖുർആനും അതുപോലെ നിസ്കാരവും നോമ്പും മാതാപിതാക്കളോടെങ്ങനെ പെരുമാറണം, പ്രായമുള്ളവരോടെങ്ങനെ പെരുമാറണം, സമൂഹത്തോടെങ്ങനെ സംവദിക്കണം എന്നത് പഠിപ്പിക്കാനുള്ളതാണ് ഞങ്ങളുടെ സമസ്ത കേരള സുന്നി വിദ്യാഭ്യാസ ബോർഡ്. ഇവരുടെ ബോർഡ് ഇവിടെ ലീഗ് മന്ത്രിമാരെയും ലീഗിന്റെ MLA-മാരെയും പരാജയപ്പെടുത്തണം തെരഞ്ഞെടുപ്പിൽ എന്ന് പ്രഖ്യാപിക്കാനും അത് തീരുമാനിക്കാനും പ്രമേയം അവതരിപ്പിക്കാനുമുള്ളതാണ്. ഞങ്ങളുടേത് മതപ്രവർത്തനമാണ്, നിങ്ങളുടേത് ആരോടെല്ലാമോ ഉള്ള വിദ്വേഷം തീർക്കാനുള്ള പ്രവർത്തനമാണ്. അതുകൊണ്ട് ഞാൻ സർവ്വ മുസ്ലിമീങ്ങളോടും പറയുന്നു, സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് എന്ന പേരിൽ ഇവിടെ പ്രവർത്തനം നടത്തി ഈ രാജ്യത്തുള്ള മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളെയും നശിപ്പിക്കാനും അവരെ എതിർക്കാനുമുള്ള സംവിധാനങ്ങളാണ് ഇവരുടെ മദ്രസ പരിപാടികളിലൂടെ ഇവർ ആസൂത്രണം ചെയ്യുന്നതെന്നും നേരെ മറിച്ച് ദീനുൽ ഇസ്ലാം പഠിപ്പിക്കൽ ഇവരുടെ ലക്ഷ്യമല്ലെന്നും ഖുർആൻ പഠിപ്പിക്കൽ ലക്ഷ്യമല്ലെന്നും ഇവിടെ മുസ്ലിം ഉമ്മത്ത് പ്രത്യേകിച്ചും മനസ്സിലാക്കണം എന്ന് സാന്ദർഭികമായി ഞാൻ ഉണർത്തുന്നു. ഇതെന്റെ വകയിൽ അല്ല, അവര് പറഞ്ഞത് കേൾപ്പിച്ചുകൊണ്ട് അതിൽ മനസ്സിലാകുന്ന കാര്യം മാത്രമാണ് ഓർമ്മപ്പെടുത്തിയത്. ഇത് എല്ലാ രാഷ്ട്രീയക്കാരും ചിന്തിക്കുന്നത് നല്ലതാണ്. ഇവരുടെ ലക്ഷ്യം സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് എന്ന പേരിൽ ഒരു ബോർഡ് ഉണ്ടാക്കിയിട്ട് ഇവിടെ നല്ല കാര്യങ്ങളെ, വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളെ പിന്തുണക്കുന്ന മുഴുവൻ ആളുകളെയും തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തുക എന്ന പ്രമേയമാണ് സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് അവിടെ ഇവർ പ്രമേയം പാസാക്കിയിട്ട് പ്രവർത്തിക്കുന്നത്. ഞാൻ ചോദിക്കുന്നു, ഇതെന്ത് മതപ്രവർത്തനമാണ്? ഇതാണോ മതപ്രവർത്തനം?